ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു സ്റ്റിച്ചിങ് വീഡിയോയാണ്. ഇതൊരു ഗൗൺ ആയിരുന്നു. കസ്റ്റമർ കൊണ്ടുവന്നപ്പോഴേ ഇതുപോലെ തയ്യലൊക്കെ ഇളക്കിയാണ് കൊണ്ടുവന്നത്. ഇത് വച്ചിട്ടൊരു സ്കർട്ടാണ് തയ്ക്കാൻ പറഞ്ഞേക്കുന്നത്. അതുപോലെ യോക്ക് ഭാഗം സെപ്പറേറ്റ് ആയിട്ടാണ് കൊണ്ടുവന്നത്. കുറച്ച് പോർഷൻ മാത്രം സ്റ്റിച്ച് ഇളക്കാതെ ഉണ്ടായിരുന്നു. അതെല്ലാം സ്റ്റിച്ച് അഴിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവർ കൊണ്ടുവന്നപ്പോൾ തന്നെ അവർ തയ്യൽ ഇളക്കിയപ്പോൾ തന്നെ അതിൻ്റെ അകത്തുനിന്ന് കുറേ ഭാഗം വിട്ടു പോയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് റെഡിയാക്കണം. പിന്നെ അതിൻ്റെ കൂടെ ഇതേപോലൊരു മെറ്റീരിയലും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ടൊരു പ്രിൻസസ് കട്ട് ബ്ലൗസും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം. ഫസ്റ്റിന് ഞാൻ ഇതുപോലെ ലൈനിങ്ങിലാണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. ലൈനിങ്ങിൽ ഇതുപോലെ എല്ലാം മാർക്ക് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്യുന്ന വീഡിയോയും മാർക്ക് ചെയ്യുന്ന വീഡിയോയൊന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. വീഡിയോ എടുത്ത് തരാനായിട്ട് ആരുമില്ലായിരുന്നു. ഈ വീഡിയോ എടുക്കാനായിട്ട് സ്റ്റാൻഡൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കളയണം. അതിനുശേഷം നമുക്ക് മെയിൻ ക്ലോത്തിൽ വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ബാക്ക് പോർഷനും ഇതുപോലെ ഇട്ട് മാർക്ക് ചെയ്തിട്ടതിന് ശേഷം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് സ്ലീവിൽ ലൈനിങ് വയ്ക്കാൻ തികഞ്ഞിട്ടില്ലായിരുന്നു. കസ്റ്റമറിനെ കൊണ്ടുവന്ന ലൈനിങ് ആണ്. അപ്പോൾ സ്ലീവിൽ ലൈനിങ് വയ്ക്കാനായിട്ട് തികഞ്ഞില്ല. അപ്പോൾ സ്ലീവ് മെയിൻ ക്ലോത്തിൽ തന്നെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മുകൾ ഭാഗത്ത് പഫ് വരുന്ന രീതിയിലുള്ള സ്ലീവാണ് പറഞ്ഞേക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യം നമ്മുടെ ഫ്രണ്ടിലെ പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് തന്നെ ആ നടുവിലത്തെ ആ ഭാഗം എടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് നെക്കെല്ലാം ഫിനിഷ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഫ്രണ്ട് നെക്ക് ഇതുപോലെ ഒരു നെക്കാണ് കൊടുക്കുന്നത്. അത് ഇതുപോലെ ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ലേസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും എല്ലാം നല്ലപോലെ ഫിനിഷ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ സൈഡിലത്തെ ആ പോർഷൻ എടുത്തിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ ചേർത്ത് വച്ചതിന് ശേഷം പതിയെ വലിച്ച് പിടിക്കാതെ പതിയെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇതുപോലെയാണ് പ്രിൻസസ് കട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അതായത് തയ്യൽ വെളിയിൽ കാണാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം വെളിയിൽ കാണാതെ കവർ ചെയ്യുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ നല്ല വശത്ത് അതായത് മെയിൻ ക്ലോത്ത് ആദ്യം ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വച്ചതിന് ശേഷം ഇതുപോലെ പതിയെ വലിച്ചു പിടിക്കാതെ പതിയെ അടിച്ചെടുത്തതിന് ശേഷമാണ് പിന്നെയാണ് ലൈനിങ് വെച്ച് അടിച്ച് മറിച്ചെടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അപ്പം നമുക്ക് നല്ല കവറായിട്ട് കിട്ടും. ഇപ്പോൾ മെയിൻ ക്ലോത്താണ് നല്ല വശത്ത് വെച്ച് അപ്പുറത്തെ ഭാഗത്തോട്ട് അടിച്ചെടുത്തേക്കണം. അതുപോലെ തിരിച്ച് ഇതുപോലെ വീഡിയോയിൽ കാണും പോലെ തിരിച്ച് വെച്ചതിന് ശേഷം ലൈനിങ്ങിൻ്റെ ഭാഗത്ത് ഇതുപോലെ ലൈനിങ് വെച്ചിട്ട് ഇങ്ങനെ ഈ വീഡിയോയിൽ കാണും പോലെ തന്നെ നിങ്ങൾ അടിച്ചെടുക്കണം. അതുപോലെ അടിച്ചെടുക്കുമ്പോൾ നമുക്ക് തയ്യലൊന്നും വെളിയിൽ കാണാതെ നല്ല രീതിയിൽ തന്നെ പ്രിൻസസ് കട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. ഇതുപോലെ വെച്ചതിന് ശേഷം പതിയെ വലിച്ച് പിടിക്കാതെ വലിച്ച് പിടിക്കരുത്. വലിച്ച് പിടിച്ച് കഴിഞ്ഞാൽ തുണി ഒരുപാട് വലിഞ്ഞു പോവും. വലിച്ച് പിടിക്കാതെ ഇതുപോലെ പതിയെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവൂ. ഈ അപ്പുറത്തെ സൈഡിൽ നമ്മൾ വച്ചിരിക്കുന്നത് മെയിൻ ക്ലോത്താണ്. അത് മടക്കി വെച്ചതിന് ശേഷം ഇപ്പുറത്തെ സൈഡിൽ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. വീഡിയോയിൽ കാണും പോലെ അതുപോലെ വെച്ച് അടിച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. നല്ല കവറായിട്ട് കിട്ടും. തയ്യലൊന്നും വെളിയിൽ കാണാത്ത രീതിയിൽ നമുക്ക് കിട്ടുന്നത് ഇതുപോലെയാണ് നമുക്ക് അത് അടിച്ചെടുത്തതിന് ശേഷം കിട്ടുന്നത്. അപ്പം നമുക്ക് തയ്യലൊന്നും വെളിയിൽ കാണില്ല. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാതെ എല്ലാം ലൈനിങ് ഒക്കെ അടിച്ചെടുത്തിട്ട് വച്ചടിക്കുന്നവരും ഉണ്ട്. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നല്ല കവറായിട്ട് കിട്ടും. കുറച്ചും കൂടി ഭംഗിയായിട്ട് തോന്നുന്നത് ഇതാണ്. ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് നമ്മൾ അടിച്ചെടുക്കുമ്പോൾ ഫ്രണ്ട് പോർഷൻ ഇതുപോലെയാണ് കിട്ടുന്നത്. പ്രിൻസസ് കട്ട് ഇതുപോലെ കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ ബാക്ക് പോർഷൻ എടുത്തതിന് ശേഷം നെക്കൊക്കെ ഫിനിഷ് ചെയ്തെടുക്കുക. നെക്ക് അടിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ക്യാൻവാസ് വച്ചിട്ടില്ല, ലൈനിങ്ങിലാണ് അടിച്ച് മറിച്ചെടുക്കുന്നത്. ലൈനിങ്ങിൽ അടിച്ച് മറിച്ചിട്ടതിന് ശേഷം ബാക്ക് നെക്ക് നമ്മൾ പതിച്ചടിക്കുന്നില്ല. കാരണം നമുക്ക് ഷോൾഡർ കവർ ചെയ്താണ് അടിക്കേണ്ടത്. ഞാൻ എല്ലാ ഡ്രസ്സിലും ഇതുപോലെ ഷോൾഡർ കവർ ചെയ്താണ് അടിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് തയ്യൽ തുമ്പൊക്കെ വെളിയിൽ കാണുന്ന രീതിയിലാകുമ്പോഴത്തേക്ക് ഷോൾഡറിൻ്റെ ഭാഗം ഒരു വൃത്തി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എല്ലാത്തിലും ഇതുപോലെ കവർ ചെയ്താണ് അടിച്ചെടുക്കുന്നത്. ഇതുപോലെ മെയിൻ ക്ലോത്ത് തമ്മിൽ ചേർത്ത് വച്ചതിന് ശേഷം നല്ല വശങ്ങൾ തമ്മിൽ ഫ്രണ്ടും ബാക്കും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കണം. ബാക്ക് നമ്മൾ പതിച്ചടിച്ചിട്ടില്ല. നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വച്ചതിന് ശേഷം ബാക്കിലെ ലൈനിങ് ഇതുപോലെ ഫ്രണ്ടിലത്തെ ആ ഷോൾഡർ ഭാഗത്ത് ഇതുപോലെ കവർ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് ഇതുപോലെ കവർ ചെയ്ത് കിട്ടുന്നതാണ്. ഇതുപോലെയാണ് ഞാൻ ഷോൾഡർ അടിച്ചെടുക്കുന്നത്. അതിനുശേഷം ബാക്കിലെ നെക്കും പതിച്ചടിച്ചെടുക്കുന്നുണ്ട്. അടിച്ചതിന് ശേഷം നമ്മൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിൽ അറ്റാച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ സെൻറ്ററിൽ കൂടി നമ്മളെ നെക്കൊക്കെ ഫിനിഷ് ചെയ്തതിൻ്റെ സെൻറ്ററിൽ കൂടി ഇതുപോലെ കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ ഇതുപോലെ പട്ട വച്ചടിക്കുന്നുണ്ട്. ഒരു സൈഡിൽ ഹുക്ക് വെച്ച് കൊടുക്കാനും ഒരു സൈഡിൽ ഹുക്ക് പിടിച്ചിടാനുമുള്ള ഇത് അടിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ രണ്ട് ഭാഗത്തും ചെറിയ ഒരു ടക്കും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. താഴ്ഭാഗത്തായിട്ട് ചെറിയൊരു ടക്കും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
അതിനുശേഷം ഞാൻ സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പഫ് വരുന്ന മോഡൽ സ്ലീവാണ് കൊടുത്തേക്കുന്നത്. പ്ലീറ്റ്സ് ഒക്കെ എടുത്തതിന് ശേഷം സ്ലീവും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴ്ഭാഗം മടക്കി അടിക്കുകയല്ല ചെയ്യുന്നത്. ബ്ലൗസിലൊക്കെ വെച്ചടിക്കും പോലെ ഒരു പട്ട വെച്ചടിച്ചിട്ട് അത് മറിച്ച് അകത്തോട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഷേപ്പൊക്കെ ചെയ്തെടുത്തതിന് ശേഷം ഹുക്കും കൂടി ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അർജൻറ്റായിട്ട് കൊടുക്കേണ്ട വർക്കാണ്. അപ്പം പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സ്കർട്ടിന് ഇതുപോലെ പ്ലീറ്റ്സ് പോയ സ്ഥലത്തെല്ലാം പ്ലീറ്റ്സൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഓപ്പൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്കർട്ട് കെട്ടുന്ന ടൈപ്പ് മതി എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതുപോലെ ഓപ്പണൊക്കെ കൊടുത്ത് പട്ടയൊക്കെ വച്ച് ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. പ്രിൻസസ് കട്ടാണ് ബ്ലൗസ് കൊടുത്തേക്കുന്നത്. ഇതുപോലെ കെട്ടിൽ ഇതുപോലത്തെ 2 ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.